ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് മറ്റൊരു പുതിയ വിശേഷവുമായിട്ടാണ് നാം വന്നിരിക്കേണ്ടത്. അതായത് നമുക്കിവിടെ നമ്മൾ ബാംഗ്ലൂരിന് വന്നു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും മലയാളീസ് ആയാലും അതുപോലെ ലക്ഷദ്വീപുകാരായാലും കൂടുതലും പർച്ചേസിങ്ങിനും പോകേണ്ടത് ചിക്പെറ്റ് മാർക്കറ്റ്, ഇല്ലെന്നുണ്ടെങ്കിൽ സരോജിനി നഗർ, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് സ്ഥലങ്ങളിലെല്ലാമാണ് നമ്മൾ പർച്ചേസിങ്ങിനും പോകേണ്ടത്. എന്നാൽ അത് കൂടാതെ മറ്റൊരു സ്ഥലം കൂടി ബാംഗ്ലൂരിൽ വളരെ ചീപ്പ് റേറ്റിൽ വസ്ത്രങ്ങളും മറ്റ് ചെരുപ്പ് സാധനങ്ങളും എല്ലാം കിട്ടുന്ന ഒരിടം കൂടിയുണ്ട്. സ്ട്രീറ്റ് മാർക്കറ്റിംഗ് തന്നെയാണ്. അതായത് നമ്മൾ മെട്രോയിൽ പോയി ജയാനഗർ എന്ന് പറയുന്ന സ്റ്റോപ്പുണ്ട്. ജയാനഗർ എന്നുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി വെച്ചും ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടന്നാൽ എത്തേണ്ടതാണ് ജയാനഗർ 4th ബ്ലോക്ക് എന്നുകൊണ്ട് ഈ സ്ഥലം. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തത് കാണും. സെയിം തന്നെ കൊമേഴ്ഷ്യൽ മാർക്കറ്റ് പോലെ തന്നെ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോലെ തന്നെ. എന്നാൽ അതിനേക്കാളും ചീപ്പ് റേറ്റിലുള്ള പല സാധനങ്ങളും നമുക്ക് ഇവിടെയും ലഭ്യമാകും. ഇപ്പോൾ ഇന്ന് ഞാനും തന്നെ കൂടെയുള്ള 2-3 സിറന്മാരും കൂടി ഈ ജയനഗർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ പോയ സമയത്ത് നമുക്ക് തോന്നിയൊരു കാര്യം എന്നല്ല, ചിക്പെറ്റിനെ കാട്ടിയും കുറേ കൂടി ലാഭം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ ഒരുപാട് കളക്ഷൻസ്, പ്രത്യേകിച്ച് ചെരുപ്പിനത്, അതുപോലെ ചുരിദാർ മെറ്റീരിയൽസ്, മാക്സി ഐറ്റംസ്, ഇങ്ങനത്തെ സാധനത്തിങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഈ നഗറിൽ പോയെല്ലാം കണ്ടിന്യൂ കഴിഞ്ഞ് അവിടെ. പിന്നെ വേറെ ഒരു പ്രത്യേകത കൂടിയുള്ളത്, നമുക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ചിക്പെറ്റ് മാർക്കറ്റ് പോലെ ഒരുപാട് ദൂരം ചുറ്റി നടന്ന് അലഞ്ഞു തിരിഞ്ഞേണ്ട ആവശ്യം വരുകയില്ല. ഇത് ഏകദേശം ഒരു ഇടത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കച്ചവടങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ തന്നെ റൗണ്ട് അടിച്ചാൽ തന്നെ ഈ എല്ലാ കച്ചവടങ്ങളും നമുക്ക് കാണുവാനും വില അന്വേഷിപ്പാനും സാധനങ്ങൾ നോക്കുവാനും എല്ലാം കഴിയും. അത് മാത്രമല്ല ഇവിടെ ബാർഗെയിനിങ്ങും കൊണ്ട് ഫിക്സഡ് പ്രൈസിൽ കിട്ടുന്ന സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ബാർഗെയിനിങ് നമുക്ക് അവിടെ നമ്മളെ മുടുക്ക് പോലെ നമുക്ക് ഇപ്പോൾ ഒരു 500-600 റുപ്യ സാധനങ്ങളെല്ലാം ചൊല്ലേണ്ടി എന്നുണ്ടെങ്കിൽ നമുക്കൊരു 200 റുപ്യക്ക് വരെ നമുക്ക് കിട്ടുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പിന്നെ ചില കടകളിൽ ഫിക്സഡ് റേറ്റാണ്. നമ്മൾ എത്ര ബാർഗെയിൻ ചെയ്യാൻ ശ്രമിച്ചാലും അവ ആ റേറ്റ് വിട്ട് ഒരു റുപ്യ പോലും കുറച്ച് തരാം. അപ്പോൾ എന്നെ ആയിക്കോട്ടെ. പക്ഷേ ഇന്നത്തെ അവിടെ സന്ദർശിച്ച സമയത്ത് മനസ്സിലായത് അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അവിടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് മാത്രമെങ്കിൽ അവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് ഷോപ്പുകൾ അതിന് അടുത്ത് തന്നെയുണ്ട്. ട്രെൻഡ്സ്, അതുപോലെയുള്ള സുഡിയോ പോലുള്ള ഒരുപാട് ഷോപ്പുകൾ അതിന് അടുത്തുണ്ട്. അവിടെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അത് മാത്രവുമില്ല, അതിനടുത്ത് വേറെയും ഒരുപാട് നല്ല നല്ല ഹോട്ടൽസുകളെല്ലാം ഉണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ ഈ ചിക്പെറ്റും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റും അല്ലെങ്കിൽ ചർച്ച് സ്ട്രീറ്റും മാത്രമെങ്കിൽ ജയനഗർ എന്നുള്ളൊരു സ്ഥലം കൂടി ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടി തരുവാൻ ആഗ്രഹിക്കേണ്ട. പലർക്കും പിടിയുണ്ടായിരിക്കും, എന്നാലും പിടിയില്ലാത്ത ആളുകളെല്ലാം ഉണ്ട്. അപ്പോൾ അവർ നിർബന്ധമായിട്ടും ഇവിടെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യണം. അവിടെയൊക്കെ പോകാനുള്ളത് നേരത്തെ വലിയ ജയനഗർ സ്റ്റോപ്പിൽ കയറി കഴിഞ്ഞാൽ, അത് ഗ്രീൻ ലൈനിലാണുള്ളത്. നമ്മൾ മെജസ്റ്റിക് കൊണ്ട് മാറി സിൽക്ക് സ്ട്രീറ്റിലേക്ക് പോകേണ്ട ആ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ജയനഗർ എന്നുള്ള സ്റ്റോപ്പ് എത്തും. ജയനഗറുള്ള സ്റ്റോപ്പിലേക്ക് ഇളിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നടപ്പാനുള്ള ദൂരം മാത്രമേ കാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെ പോയി ഒരുപാട് പർച്ചേസ് ചെയ്തതിന് ശേഷം അവിടെ ഒരു കേരള മെസ്സ് ഉണ്ടാകും. അവിടെ നേരെ തൊട്ടടുത്ത് തന്നെ അവിടെ പോയി ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അവിടെയുള്ള ഭക്ഷണം വളരെ രുചികരമായ, വളരെ വിലക്കുറവിൽ നല്ല ഭക്ഷണം തന്നെയാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. കേരള മെസ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടത്. ഓക്കെ, ബൈ.